സമയം പിന്നിട്ട് പോവുകയാണ്. കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനമാണ് നമ്മൾ കാക്കുന്നത്. അതിന് പിന്നാലെ അൻവറും പ്രതികരിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ അരുണൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ തൃണമൂൽ കോൺഗ്രസ് എന്നത് കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം. തൃണമൂലിൽ എത്ര പ്രാധാന്യം ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ എല്ലാവർക്കും, അത്ര രാഷ്ട്രീയ ചിന്തയില്ലാത്തവർക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് എന്നൊരു പേരുമായിട്ടൊക്കെ നിലമ്പൂരിൽ മത്സരിച്ച് തൻ്റെ രാഷ്ട്രീയ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു ധാരണ PV അൻവർ വെച്ചു പുലർത്തുമോ? ഒരിക്കലുമില്ല. കാരണം അത്തരത്തിലൊരു രാഷ്ട്രീയത്തെക്കുറിച്ച് അറിവില്ലാത്ത ഒരാളല്ല PV അൻവർ. കാരണം കഴിഞ്ഞ 8 വർഷമായി നിലമ്പൂർ മണ്ഡലത്തിൽ MLA ആണ്. അദ്ദേഹത്തിന് വലിയ ജനകീയ ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യവും പരിശോധിക്കുകയാണെങ്കിൽ അത്രയധികം സാമൂഹിക ബന്ധവും സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു വലിയ തറവാട്ടിൻ്റെ ഉടമയാണ്. അതുകൊണ്ട് അദ്ദേഹം ചെറുപ്പകാലം മുതൽ, വിദ്യാർത്ഥിയായിരിക്കുന്ന മുതൽ തന്നെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങളും എല്ലാം തന്നെ അറിയുന്ന ഒരാളാണ്. പിന്നീട് അദ്ദേഹം അങ്ങേയറ്റത്തെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. രാഷ്ട്രീയത്തിലുള്ള എല്ലാ ചതികളും, എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ഗുണങ്ങളും, എല്ലാ ദോഷവും എല്ലാം ഒരുപോലെ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ ഇവിടെ അൻവറിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇത് അൻവറിന് മുന്നിൽ വന്ന ഏറ്റവും വലിയ സുവർണാവസരമാണ്. ഈ സുവർണാവസരം അൻവർ എന്ന് പറയുന്ന വ്യക്തി, അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, അൻവർ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് അത് മുതലാക്കിയില്ല എങ്കിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത്തരത്തിൽ ഒരു അവസരം കിട്ടില്ല. അൻവറിൻ്റെ വളർച്ച എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് താഴോട്ടായിരിക്കും. അതുകൊണ്ട് അൻവറിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അൻവറിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയമാണ്, അദ്ദേഹത്തിൻ്റെ ഉന്നമനത്തിൻ്റെ രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന് പിണറായി വിജയനോടും മുഹമ്മദ് റിയാസിനോടും ഉൾപ്പെടെയുള്ള എതിർപ്പിൻ്റെയും വിമർശനങ്ങളുടെയും രാഷ്ട്രീയമാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അൻവറിന് അത്തരത്തിലുള്ളൊരു സ്ഥാനം വേണം. ആ സ്ഥാനമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് UDF ഒരു ഇടമാണ്. ആ UDF ഭാഗമായാണ് താൻ നിൽക്കാൻ വേണ്ടി പോകുന്നതെങ്കിൽ കുറെ കൂടി കരുത്തുണ്ടാകും. അതല്ല, അൻവർ അത്തരത്തിലൊരു ബലപരീക്ഷണം നടത്തുകയല്ലാതെ അൻവർ ഇവിടെ എന്ത് ചെയ്യണം? അൻവർ സ്വാഭാവികമായും കോൺഗ്രസിന്റെ തീരുമാനങ്ങൾക്ക് റാൻമൂളി അല്ലെങ്കിൽ അതിന് തലയാട്ടി അതിന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ അൻവർ എന്ന് പറയുന്ന വ്യക്തി പിന്നീട് അങ്ങോട്ട് താണു പോവുകയുള്ളൂ. അതുകൊണ്ട് പിന്നീട് അൻവറിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. അതുകൊണ്ട് PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഈ രാഷ്ട്രീയ അവസരത്തെ അതിന്റെ ഏറ്റവും പരമമായ തലത്തിലേക്ക് ഉയർത്തി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് ഏതൊരു രാഷ്ട്രീയ നേതാവും ചെയ്യുന്ന കാര്യമാണ്. അത് തന്നെയാണ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. പക്ഷേ അതിന് UDF വഴങ്ങേണ്ടതുണ്ടോ, UDF വഴങ്ങുമോ എന്നത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ ഒരു അവസരം ഇനി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അടുത്തൊന്നും തന്നെ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അത് കിട്ടണമെങ്കിൽ 2016 ആകണം, 2026 ആകണം. 2026 ആകുമ്പോഴേക്കും PV അൻവറിന്റെ പാർട്ടിയോ എന്താകുമെന്ന് ആർക്കും തന്നെ പറയാനും കഴിയില്ല. അതുകൊണ്ട് ഈ സുവർണാവസരം മുന്നിൽ കണ്ട് അൻവർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ നടത്തുന്ന നീക്കങ്ങളാണ്, കരുനീക്കങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്.